ആൻഡമാൻ നിക്കോബാറിൻ്റെ ടച്ചോടുകൂടി ഈ മത്സരം ആരംഭിക്കുകയാണ്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു പിഴവാണ്. നേരെ ഷിൽജി ഷാജിയുടെ ബൂട്ടുകളിലേക്കാണ്. ആൻഡ് ഷിൽജി ഷാജി ചെറിയ വ്യത്യാസത്തിലാണ് പന്ത് പുറത്തേക്ക് പോയത്. ഈ മത്സരം കാണുമ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണമെന്നും താല്പര്യപ്പെടുകയാണ്. ആൻഡ് ഷിൽജി ഷാജിയിലേക്ക് ആൻഡ് ഗോൾ നമ്പർ 1 കേരള. ഷിൽജി ഷാജി അടിക്കുന്നു ആദ്യത്തെ ഗോൾ. 39ാമത്തെ സെക്കൻഡിൽ തന്നെ കേരളം ആദ്യത്തെ ഗോൾ നേടുകയാണ് ഷിൽജിയിലൂടെ കേരള ടീമിന്. 3 താരങ്ങളാണ് സീനിയർ നാഷണൽ മത്സരം ആദ്യമായി കളിക്കുന്ന ഈ ഒരു സ്റ്റാർട്ടിംഗ് 11-ൽ. വീണ്ടും മാളവികയിലേക്കാണ്. മാളവിക ആൻഡ് ഈസിയെ തന്നെ ഫിനിഷ് ചെയ്തുകൊണ്ട് 2ാമത്തെ ഗോൾ കൂടെ നേടുകയാണ് കേരള ടീം മാളവികയിലൂടെ. ടൈമിലുള്ള പാസ് തന്നെയായിരുന്നു. കറക്റ്റ് പറഞ്ഞ പെനാൽറ്റി സ്പോട്ടിന് തൊട്ട് മുന്നിൽ നിന്ന് ഈസിയായി തന്നെ ഫിനിഷ് ചെയ്തുകൊണ്ട് 2ാമത്തെ ഗോൾ കൂടെ കേരള ടീമിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. താരങ്ങളായിരുന്നു കഴിഞ്ഞ കേരള വുമൻസ് ലീഗിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ 2 താരങ്ങളാണ് ഇന്നേ ദിവസം. ആ ഒരു കോമ്പിനേഷൻ തന്നെ കേരള ടീമിലും കൊണ്ടുവരാൻ കഴിയുന്നു. വീണ്ടും മാളവികയിലേക്ക്. മാളവികയുടെ പെനട്രേഷൻ പാസ്സാണ് മാനസയിലേക്കും. ഗോകുലം കേരള FC താരം കൂടിയാണ് മാനസ. ഈസിയായി തന്നെ ഫിനിഷ് ചെയ്യുകയാണ്. സോ മാനസ അടിക്കുന്നു 3ാമത്തെ ഗോൾ കേരള ടീമിന് വേണ്ടി. ഒരുപാട് താരങ്ങളുണ്ട്. അവരിൽ നിന്നുമാണ് സ്റ്റാർട്ടിംഗ് ലിമിറ്റ് സ്ഥാനം പിടിച്ചത്. ആൻഡ് അലീന ടോണി എടുക്കുന്ന മറ്റൊരു ഷോട്ട്. ഗോൾ കീപ്പർ രക്ഷപ്പെടുത്തുകയാണ് അവിടെ. പെട്ടെന്ന് തന്നെ ഷിൽജി ഷാജി ബോൾ റിസീവ് ചെയ്തുകൊണ്ട് തൻ്റെ സഹതാരമായ മാനസയിലേക്ക്. മാനസയുടെ ഒരു ഷോട്ടും അതോടൊപ്പം തന്നെ അഗൈൻ അലീന ടോണി 2ാമത്തെ ഒരു ഷോട്ട് കൂടെ എടുത്തുകൊണ്ട് ഗോൾ നേടുകയാണ്. ജേഴ്സി നമ്പർ 27 തൃശ്ശൂർ സ്വദേശിനിയാണ് അലീന ടോണി. കേരള വുമൻസ് ലീഗിൽ അസോസിയേഷൻ നടത്തുന്ന ഏറ്റവും മികച്ച ലീഗാണ് കേരള വുമൻസ് ലീഗ്. വുമൻസ് ലീഗിൽ കേരള യുണൈറ്റഡിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ 2 താരങ്ങളെ ഒറ്റ കോംബോയാക്കി ഇറക്കിയിരിക്കുകയാണ് കൊച്ചു ബെൻഡില. വീണ്ടും ഷിൽജിയിൽ നിന്നും മാളവിക. ആൻഡ് മാളവിക എടുക്കുന്നു ഒരു ഷോട്ട്. അതോടൊപ്പം തന്നെ ഒരു ഗോൾ കൂടെ നേടാൻ കഴിയുന്നു. 13ാമത്തെ മിനിറ്റിലാണ് ഗോൾ കണ്ടെത്തിയത് മാളവിക. വളരെ കൂളായിട്ടാണ് കേരള ടീം കളിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ 5 ഗോളിൻ്റെ ലീഡ് ഉള്ളത് കൊണ്ട് തന്നെ വീണ്ടും മാളവിക, അലീന ടോണി ആൻഡ് അലീന ടോണി അടിക്കുന്നു 6ാമത്തെ ഗോൾ കേരള ടീമിന് വേണ്ടി. 15ാമത്തെ മിനിറ്റിലാണ് അലീനയ്ക്ക് ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞത്. കേരളം റണ്ണേഴ്സപ്പായത്. അതിനുശേഷം കേരളത്തിന് ഒരിക്കൽ പോലും ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ആൻഡ് മറ്റൊരു ഗോൾ കൂടി നമുക്ക് കാണാൻ കഴിയുന്നു. ഷിൽജി ഷാജിയുടെ വകയാണ് 7ാമത്തെ ഗോള് 16ാമത്തെ മിനിറ്റിൽ. സോ 15ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ കണ്ടു തീർന്നതേ ഉള്ളൂ. അതിനുശേഷമാണ് തീരെ കുറവായ കളിക്കാരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു മത്സരത്തിൽ. ആൻഡമാൻ നിക്കോബാർ ടീമിനെ സംബന്ധിച്ച്. വീണ്ടും ഷിൽജിയിൽ നിന്ന് മാളവികയുടെ ഒരു ക്രോസ് വരുന്നുണ്ട്. ആൻഡ് മാനസ അടിക്കുന്നു 8ാമത്തെ ഗോൾ. ഈസിയായി തന്നെ ഫിനിഷ് ചെയ്യാൻ കഴിയുന്നതോടെ സെൽറ്റിക്യൂൺ ടീമിന് വേണ്ടിയാണ് അലീന ടോണി 2022 സീസണിൽ WL പന്ത് തട്ടിയത്. വീണ്ടും ഷിൽജി ഷാജിയിലേക്ക് അവിടുന്ന് മാനസ. ആൻഡ് ഇത് ഗോളായാൽ ഹാട്രിക്ക് ഗോളാവും. യെസ്, മാനസയുടെ പേരിൽ കുറിക്കപ്പെടുന്നു ആദ്യത്തെ ഹാട്രിക് ഈ മത്സരത്തിൽ. ഒന്നും വരുത്തേണ്ട കാര്യമില്ല, വലിയ വേഗതയൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ഈസിയായി തന്നെ ഫിനിഷ് ചെയ്യുന്ന സാഹചര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. വീണ്ടും മാളവികയുടെ പാസ്സാണ് ഷിൽജി. ആൻഡ് മാളവികയുടെ ഒരു എക്സലൻറ്റ് ഷോട്ട്. 20ാമത്തെ മിനിറ്റിൽ അടിക്കുന്നു 10ാമത്തെ ഗോൾ കേരള ടീം. അലീനയിൽ നിന്നും ഷിൽജിയിലേക്ക്. ഷിൽജിയുടെ ഒരു ഇടംകാലൻ ഷോട്ടാണ്. എക്സലൻറ്റ് ഫിനിഷിംഗ്. 11ാമത്തെ ഗോൾ നേടിയിരിക്കുകയാണ് കേരള ടീം. എടുക്കാനായി ആര്യശ്രീയുടെ ഒരു കർവിംഗ് കോർണർ കിക്കാണ് ഷിൽജി ഷാജിയെ ലക്ഷ്യം വെച്ച്. വീണ്ടും ഷിൽജിയുടെ ഒരു ഗോൾ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ഓഫ് സൈഡ് ഗോൾ കൂടെ വിധിക്കപ്പെടുകയാണ്. എനിക്കൊന്ന് ഗോളാണെന്ന് തോന്നുന്നു. യെസ്, ഗോളാണ് വിധിച്ചത്. അസിസ്റ്റന്റ് റഫറി ഓൾറെഡി ഫ്ലാഗ് പൊക്കിയിട്ടുണ്ടായിരുന്നു. കാര്യമായ ഇടപെടൽ നടത്തേണ്ടതുണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ. വീണ്ടും ഷിൽജിയിലേക്ക്. വീണ്ടും മാനസ അടിക്കുന്നു 13ാമത്തെ ഗോൾ. മാനസ. വീണ്ടും ഷിൽജിയുടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ്. ഷിൽജി ആൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. ഷിൽജി അടിക്കുന്നു 14ാമത്തെ ഗോൾ കേരള ടീമിന് വേണ്ടി 32ാമത്തെ മിനിറ്റിൽ. അലീന ടോണിയിലേക്ക്. അലീനയുടെ ക്രോസ് വരുന്നുണ്ട്. ഷിൽജി ക്ലിയറൻസ് ചെയ്ത് അപകടം ഒഴിവാക്കാനുള്ള ശ്രമമുണ്ട്. അഗൈൻ ഷിൽജി 15ാമത്തെ ഗോൾ കൂടെ നേടുകയാണ് ഷിൽജി കേരള ടീമിന് വേണ്ടി.
ആര്യയുടെ ക്രോസ് വരികയാണ്. വീണ്ടും ഷിൽജി ഷാജിയിലേക്ക്. അഗെയിൻ ഷിൽജി ഷാജി ഹെഡർ ഗോൾ കൂടെ നേടിക്കൊണ്ട് കൂടുതൽ ശക്തി കാണിക്കുകയാണ് അവിടെ. ഇത്രയും വലിയൊരു സ്കോർ നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും ഷിൽജി ആൻഡ് ഷിൽജി അടിക്കുന്നു 17ാമത്തെ ഗോൾ. ഷിൽജി ഷാജി കമ്മീഷണറായി സേവനം അനുഷ്ഠിക്കുന്ന ഇന്നേ ദിവസം പരിശീലകയുടെ റോളിലാണ് ബെഞ്ചില ഡിക്കോത്ത് എത്തിയിരിക്കുന്നത്. ആൻഡ് ഷിൽജി ഷാജി ഒരു പാസ് കൊടുക്കാം മാനസ. ആൻഡ് ഈസിയായി തന്നെ ഗോൾ കീപ്പറുടെ ഇടത് ഭാഗത്തേക്ക് ഫിനിഷ് ചെയ്യുകയാണ് കബാർ ടീം. ആര്യശ്രീ ഇടപെടുകയാണ്. ആര്യശ്രീയുടെ ക്രോസിംഗ് ആണ്. വീണ്ടും ഷിൽജി ഷാജിയിലേക്ക്. ഷിൽജി വീണ്ടും മറ്റൊരു ഗോൾ കൂടെ കണ്ടെത്തുകയാണ് 43ാമത്തെ മിനിറ്റിൽ. ഷിൽജി പോലും ബോൾ ഡിലേ ആക്കുന്ന ഒരു താരമല്ല ആര്യശ്രീ. വീണ്ടും ഷിൽജി, അവിടുന്ന് മാളവിക. ആൻഡ് മാളവികയും അടിക്കുന്നു മറ്റൊരു ഗോൾ. സോ 20 ഗോളുകളായിരിക്കുന്നു കേരള സംസ്ഥാന ടീം. ാണ് നിലവിൽ പെനാൾട്ടി ഏരിയയ്ക്കുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. തവണ ഭാഗ്യ വിനോദ് കൂടെ വന്നിരിക്കുകയാണ്. അവിടുന്ന് ഷിൽജിയിലേക്ക്. വീണ്ടും അലീന. എക്സലൻറ്റ് ഫിനിഷിംഗ്. ഹാട്രിക് ഗോൾ നേടിയിരിക്കുകയാണ് അലീന ടോണി. 21ാമത്തെ ഗോളാണ് നേടിയിരിക്കുന്നത്. ഒന്നാം പകുതിയുടെ വിസിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. എതിരില്ലാത്ത 21 ഗോളിന് ഒന്നാം പകുതി കേരള ടീം സ്വന്തമാക്കി കഴിഞ്ഞു. സീനിയർ നാഷണൽ ടീമിൽ ഇടം പിടിച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരു ഗോൾ കൂടി വരികയാണ്. മാനസ അടിക്കുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ. 22ാമത്തെ ഗോൾ. വീണ്ടും മാളവികയിൽ നിന്നും ഷിൽജി ആൻഡ് മാളവിക ഈസിയായി തന്നെ ഫിനിഷ് ചെയ്തുകൊണ്ട് 23ാമത്തെ ഗോൾ നേടുകയാണ് അവിടെ കേരള ടീം. മാളവികയിലൂടെയാണ് ഗോൾ കണ്ടെത്തുന്നത്. 49ാമത്തെ മിനിറ്റിലാണ് മാളവികയ്ക്ക് ആ ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞത്. സ്റ്റാർട്ടിങ്ങിൽ സ്ഥാനം പിടിച്ച ആ 3 താരങ്ങൾ വീണ്ടും ഷിൽജി ഷാജിയിലേക്ക്. ഷിൽജിയുടെ ഒരു പവർഫുൾ ഷോട്ട്. പവർഫുൾ എക്സലൻറ്റ് ഗോൾ. നല്ലൊരു ഗോളാണ് അവിടെ ഷിൽജി ഷാജി നേടിയിരിക്കുന്നത്. സോ 50ാമത്തെ മിനിറ്റിൽ വരുന്നു അടുത്ത ഗോള്. ഷിൽജി ഷാജി അടിക്കുന്നു. സോ ഗോൾ മഴ പെയ്യുകയാണ് പാലക്കാട് TMK. വീണ്ടും ലക്ഷ്മിപ്രിയയിൽ നിന്നും മാനസയിലേക്ക്. വീണ്ടും മനസ്സിൽ നിന്നും ഷിൽജി ഷാജി ഒരു പവർഫുൾ ഷോട്ട് അടിക്കുന്നു. വീണ്ടും ഗോൾ കണ്ടെത്തുകയാണ് ഷിൽജി. തുടർച്ചയായ ഗോളുകളാണ് ഷിൽജിയുടെ പേരിൽ കുറിക്കപ്പെടുന്നത്. മാളവികയിൽ നിന്നും അലീന ടോണിയിലേക്ക്. 3 ഗോൾ നേടിയ താരം കൂടിയാണ്. 4ാമത്തെ ഗോൾ കൂടെ അലീന ടോണിയുടെ പേരിൽ കുറിക്കപ്പെടുകയാണ്. ടീമിന് 26 ഗോളുകളായിരിക്കുന്നു. 54ാമത്തെ മിനിറ്റിലാണ് ഗോൾ പിറന്നിരിക്കുന്നത്. അലീനയുടെ 4ാമത്തെ ഗോളും. വീണ്ടും മുന്നേറ്റമാണ് ഷിൽജി. മറ്റൊരു ഗോൾ കൂടെ ഷിൽജി നേടുകയാണ് 56ാമത്തെ മിനിറ്റിൽ. 27 ഗോളുകളായിരിക്കുന്നു കേരള സംസ്ഥാന ഫുട്ബോൾ ടീമിൻ്റെ അക്കൗണ്ടിൽ. മനസാക്കിയിൽ നിന്ന് മാളവിക. വ്യക്തമായ മുൻതൂക്കമാണ് കളിയിലുടനീളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും മാളവിക ഈസിയായി തന്നെ ഫിനിഷ് ചെയ്യുകയാണ് ഗോൾ കീപ്പറുടെ വലതു ഭാഗത്തേക്ക്. സോ 58ാമത്തെ മിനിറ്റിൽ 28ാമത്തെ ഗോൾ നേടുകയാണ് മാളവിക. മാനസ ഉൾപ്പെടെയുള്ള താരങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി താരങ്ങളാണ്. വീണ്ടും അലീന ടോണിയിലേക്ക്. അലീന ടോണിയുടെ 5ാമത്തെ ഗോളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നതും. 29ാമത്തെ ഗോളാണ് 63ാമത്തെ മിനിറ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പാസിംഗ് ആണ് അശ്വിനി MRലേക്ക്. വീണ്ടും ഭാഗ്യ വിനോദ്. ഭാഗ്യയുടെ ഒരു ഷോട്ട്. ഭാഗ്യ അടിക്കുന്നു. ഭാഗ്യയുടെ ആദ്യത്തെ ഗോൾ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഭാഗ്യയുടെ പേരിൽ കുറിക്കപ്പെടുന്ന എക്കാലത്തെയും ആദ്യത്തെ ഗോളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അശ്വിനി MRലേക്ക്. അശ്വിനിയുടെ ഷോട്ടാണ്. അശ്വിനിയുടെ പേരിൽ കുറിക്കപ്പെടുന്നു ആദ്യത്തെ ഗോൾ 67ാമത്തെ മിനിറ്റിൽ. 29ാമത്തെ ഗോളാണ് അശ്വിനിയുടെ പേരിൽ കുറിക്കപ്പെടുന്നത്. വീണ്ടും സൗപർണിക. നല്ല ക്ലോസായാണ് ഈ 2 താരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ചെറിയൊരു ഡിഫ്ലക്ഷനോടുകൂടി മറ്റൊരു ഗോൾ കൂടെ കണ്ടെത്തുകയാണ്. 32ാമത്തെ ഗോളാണ് നേടിയിരിക്കുന്നത് കേരള ടീം. 74ാമത്തെ മിനിറ്റിലാണ് ഷിൽജി ഗോൾ നേടുന്നത്. മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി വരികയാണ്. ജേഴ്സി നമ്പർ 9 കളിക്കളത്തിലേക്ക് വരുന്നു. ഇതോടൊപ്പം തന്നെ ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് അവിടെ നടത്തി വരുന്നത്. വീണ്ടും അശ്വിനി MRലേക്ക്.
പെനാൽറ്റി ആർക്കിൽ നിന്നുള്ളൊരു ഷോട്ട്. ഓഫ് അശ്വിനിയുടെ രണ്ടാമത്തെ ഗോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. തൃശ്ശൂർ സ്വദേശിനി കൂടിയാണ്, മുൻ ബാംഗ്ലൂർ FC താരം കൂടിയാണെന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്തായിരുന്നാലും 79ാമത്തെ മിനിറ്റിലാണ് അശ്വിനിക്ക് ആ ഗോൾ കണ്ടെത്താൻ കഴിയുന്നത്. 33ാമത്തെ ഗോളാണ്. വീണ്ടും ഭാഗ്യ, യെസ്, ഭാഗ്യ അടിക്കുന്നു. ഭാഗ്യയുടെ രണ്ടാമത്തെ ഗോള്, ടീമിൻ്റെ 34ാമത്തെ ഗോളാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. 79 മിനിറ്റ് പിന്നിട്ട് 82ാമത്തെ മിനിറ്റിലാണ് കേരള ടീം ഫൈനൽ റൗണ്ടിൽ കടക്കുമോ എന്ന കാര്യത്തിലാണ് നമുക്കിനി അറിയേണ്ടത്. വീണ്ടും ഗ്രീഷ്മയിലേക്കാണ് പന്തെത്തിച്ചേരുന്നത്. ഗ്രീഷ്മയുടെ കട്ട് പാസ് മീനാക്ഷിയിലേക്ക്, ആൻഡ് മീനാക്ഷി അടിക്കുന്നു ആദ്യത്തെ ഗോൾ. കൊല്ലം മയ്യനാടിൻ്റെ അഭിമാന താരമായ മീനാക്ഷിയുടെ പേരിൽ കുറിക്കപ്പെടുന്നു 35ാമത്തെ ഗോൾ. ലീഡോടുകൂടിയാണ് കേരളം കുതിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും മീനാക്ഷിയിലേക്ക്, ആൻഡ് മീനാക്ഷി, ഡബിൾ ഗോളാണ് മീനാക്ഷിയുടെ പേരിൽ കുറിക്കപ്പെടുന്നത്. 36ാമത്തെ ഗോളാണ് നേടിയിരിക്കുന്നത് 87ാമത്തെ മിനിറ്റിൽ. മീനാക്ഷി വരുന്നു കോർണർ കിക്ക് എടുക്കാനായി. ലക്ഷ്മിപ്രിയയുടെ ഒരു ഹൈ കോർണർ കിക്കാണ്. യെസ്, മീനാക്ഷിയുടെ ഹാട്രിക് ഗോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു. തകർപ്പൻ ഹെഡർ ഗോളാണ് മീനാക്ഷി നേടിയത്. 37ാമത്തെ ഗോളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ുകൊണ്ട് തന്നെയാണ് സീനിയർ നാഷണൽ ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നതും. മടങ്ങി വരാം, സെറയുടെ മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നതും. ഒന്ന് കട്ട് ചെയ്ത് പെനാൽറ്റി ഏരിയയ്ക്കുള്ളിൽ കടക്കാനുള്ള ശ്രമമാണ്. ആൻഡ് നല്ലൊരു ഷോട്ട് എടുത്തിരിക്കുന്നു. ഇത്തവണ ബ്യൂട്ടിഫുൾ, സൗപർണികയുടെ പേരിൽ കുറിക്കപ്പെടുന്നു 38ാമത്തെ ഗോളും സൗപർണികയുടെ പേരിൽ കുറിക്കപ്പെടുന്ന ആദ്യത്തെ ഗോളും കൂടെയാണിത്. സൗപർണികയ്ക്ക് ഗോളില്ല എന്ന് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് സെറയുടെ സമ്മാനമായി ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. എതിരില്ലാത്ത 38 ഗോളിന് കേരള സംസ്ഥാന ടീം ആൻഡമാൻ നിക്കോബാർ ടീമിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു.